Okay, and our last type of redox titration is bromatometry. And in the case of bromatometry, the titrant is potassium bromate solution or KBrO3 solution. Here is the principle: potassium bromate is a strong oxidizing agent which will get reduced smoothly to Br minus in acidic medium, and the liberated bromide ion react with excess of bromate ion. At the end point, it will produce free bromine. ഓക്കെ, അതായത് പൊട്ടാഷ്യം ബ്രോമേറ്റ് ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. അത് ഇറ്റ്സെൽഫ് അത് റെഡ്യൂസ് ചെയ്യപ്പെടുകയാണ്, സ്വയം റെഡ്യൂസ് ചെയ്തിട്ട് ബ്രോമൈഡ്സ് പൊട്ടാഷ്യം ബ്രോമൈഡ് ഉണ്ടാകുന്നു. സോ ഈ പൊട്ടാഷ്യം ബ്രോമൈഡും കൂടി റിയാക്ട് ചെയ്തിട്ട് ഫ്രീ ആയിട്ടുള്ള ബ്രോമിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ആ ബ്രോമിനാണ് നമ്മൾ എൻഡ് പോയിന്റിൽ ഡിറ്റക്ട് ചെയ്യുന്നത്. സോ ആ ബ്രോമിൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻലി 2 മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് മെത്തേഡ് ഈസ് ഐഡിയമെട്രിയിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് ഈ ഒരു സൊല്യൂഷനിലോട്ട് എക്സസ് എമൗണ്ട് ഓഫ് പൊട്ടാഷ്യം അയഡൈഡ് ആഡ് ചെയ്യുന്നു. അപ്പോൾ അവിടെ അയഡിൻ ലിബറേറ്റ് ചെയ്യുന്നു. ആ ലിബറേറ്റ് ചെയ്ത അയഡിനെ നമ്മൾ സോഡിയം തയോസൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാകുന്നു, എൻഡ് പോയിന്റ് ഡിറ്റക്ട് ചെയ്യുന്നു. ആൻഡ് സെക്കൻഡ് വൺ, ദ എൻഡ് പോയിന്റ് ഈസ് മാർക്ഡ് ബൈ ദ അപ്പിയറൻസ് ഓഫ് ബ്രോമിൻ ആൻഡ് സെവറൽ ഓർഗാനിക് ഇൻഡിക്കേറ്റേഴ്സ് വിച്ച് റിയാക്ട് വിത്ത് ബ്രോമിൻ ടു ഗിവ് എ കളർ ചേഞ്ച് ആർ യൂസ്ഡ്. ഓക്കെ, ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കളർ ചേഞ്ച് തരുന്ന ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എൻഡ് പോയിന്റ് ഡിറ്റക്ട് ചെയ്യാം. ഈ 2 മെത്തേഡ്സാണ് ബ്രൊമാറ്റോമെട്രിയിൽ എൻഡ് പോയിന്റ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദ പ്രിപ്പറേഷൻ ഓഫ് 0.1 നോർമൽ പൊട്ടാഷ്യം ബ്രോമേറ്റ് സൊല്യൂഷൻ. Okay, and potassium bromate solution, and which is the potassium bromate is available as pellets and dried at 120 to 130 degrees Celsius for 1 hour, allowed to cool in a desiccator, and from that weigh accurately about 2.783 grams of potassium bromate pellets and make up the volume with water up to 1000 ml. Okay, so potassium bromate act as a primary standard, so no need to standardize the compound. Okay, and next one is various application of bromatometry, which is mainly used for the determination of phenol containing compounds, antimony ion and arsenic like compounds. Okay, and here is one example: estimation of phenol mainly determined by using brominating mixture method. Okay, here is the reacting species is the OH group in ഫിനോൾ. ഓക്കെ, ഫിനോൾ നമ്മൾ മെയിൻലി ഡിറ്റർമിൻ ചെയ്യുന്നത് ബ്രോമിനേറ്റിംഗ് മിക്സ്ചർ ആഡ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ബ്രൊമാറ്റോമെട്രി യൂസ് ചെയ്തിട്ടാണ്. ഫിനോൾ റിയാക്ടിങ് സ്പീഷീസ് അതാണ് നമ്മൾ ജനറലി എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ബ്രോമിനേറ്റ് ചെയ്യുന്നത് നമ്മൾ KBr പൊട്ടാഷ്യം ബ്രോമേറ്റ് സൊല്യൂഷനും യൂസ് ചെയ്തിട്ടാണ്. അതാണ് ബ്രോമിനേറ്റിംഗ് മിക്സ്ചർ. ആൻഡ് ഇത് റിയാക്ട് ചെയ്യും. ഇത് നമ്മുടെ പൊട്ടാഷ്യം ബ്രോമൈഡും കൂടെ റിയാക്ട് ചെയ്തിട്ട് ബ്രോമിൻ Br2 പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രൊഡ്യൂസ് ചെയ്ത Br2 നമ്മുടെ ഫിനോളുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ട്രൈബ്രോമോ ഫിനോൾ ഉണ്ടാകും. ഇവിടെ റിയാക്ട് ചെയ്യപ്പെടാത്ത ബ്രോമിൻ നമ്മൾ ഐഡിയമെട്രിക്കലി ഡിറ്റർമൈൻ ചെയ്യും. സോ ഐഡിയമെട്രിക്കലി ഡിറ്റർമൈൻ ചെയ്യുന്നത് പൊട്ടാഷ്യം അയഡൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. അപ്പോൾ അവിടെ അയഡിൻ ലിബറേറ്റ് ചെയ്ത അയഡിൻ സോഡിയം തയോസൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എൻഡ് പോയിന്റ് ഡിറ്റർമൈൻ ചെയ്യാം. ഓക്കെ, ബ്രോമിനേറ്റിംഗ് മിക്സ്ചർ പ്രിപ്പറേഷൻ ആണ് നെക്സ്റ്റ്. സോ 37.5 grams ഓഫ് പൊട്ടാഷ്യം ബ്രോമൈഡും ആൻഡ് 2.75 grams ഓഫ് പൊട്ടാഷ്യം ബ്രോമേറ്റും 1000 ml വാട്ടറിൽ ആഡ് ചെയ്തിട്ടാണ് ബ്രോമിനേറ്റിംഗ് മിക്സ്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് ദ പ്രൊസീജിയർ: 25 ml of brominating mixture to 25 ml of brominating mixture, add 50 ml of water and 5 ml of concentrated HCl, then add 5 ml of potassium iodide solution along with sample, titrate against sodium thiosulfate until become yellow color, add starch as indicator. Okay, and end point is the disappearance of blue color. And our last topic is redox indicators. Okay, redox indicators എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വാലൻസ് പോയിന്റിൽ കളർ ചേഞ്ച്, റിഡോക്സ് ടൈട്രേഷൻ്റെ ഇക്വാലൻസ് പോയിന്റിൽ ഓർ എൻഡ് പോയിന്റിൽ കളർ ചേഞ്ച് തരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ ആ റിയാക്ഷൻ കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് അറിയാനായിട്ട് യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആണ് റിഡോക്സ് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, ആൻഡ് റിഡോക്സ് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡൈഫിനൈലമീൻ റെഡ്യൂസ്ഡ് ഫോം പോസസ് കളർലെസ്, reduced form is colorless, and oxidized form deep violet color. Okay, and second one is 1,10-phenandrolene or pheroin, which will produce blue color. Okay, and at the end point, third one diphenylamine or diphenylbenzidine
മീത്തൈൽ റെഡ്, മീത്തൈൽ ഓറഞ്ച്, നൈട്രോഫെറോയിൻ. ഓക്കെ, ഇത്രയും കോമ്പൗണ്ട്സ് ആണ് എന്ത് റിഡോക്സ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ അതോടുകൂടി നമ്മൾ റിഡോക്സ് ടൈട്രേഷൻസ് എൻഡ് ചെയ്യാണ്. അതിൽ വേരിയസ് പ്രിൻസിപ്പിൾ, അതായത് കോൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ റിഡക്ഷൻ ആൻഡ് ഇലക്ട്രോ കെമിക്കൽ സെല്ല്, വേരിയസ് ടൈപ്പ് ഓഫ് ടൈട്രേഷൻസ്, റിഡോക്സ് ഇൻഡിക്കേറ്റേഴ്സ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ്. മെയിൻലി എപ്പോഴും 10 മാർക്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് റിഡോക്സ് ടൈട്രേഷൻ. ഇത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.